സാമൂഹിക പെൻഷൻ സർക്കാരിന്റെ ദാനമാണെന്ന ഭാവത്തിൽ നടക്കുന്ന സർക്കാരിനെ വട്ടം പൊളിക്കുകയാണ് PC വിശ്വനാഥ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കണ്ട ഷാഫി പറമ്പിലും വിശ്വനാഥും റിയാസിനും സർക്കാരിനും കണക്കിന് കൊടുത്തു. പെൻഷൻ കുടിശ്ശികയുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉയർത്തിക്കാണിച്ചാണ് സർക്കാരിനെ വിശ്വനാഥ് പൂട്ടിയത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രത്യേകമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളോട് പറയാനുള്ളത് വിശദീകരിക്കാനാണ് ഞാനും അമീദ് മാഷും വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP ഇവിടെ എത്തിയിട്ടുള്ളത്. സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വ്യാജ പ്രചരണമാണ് CPM ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പെൻഷൻ യഥാസമയം ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് UDF നിയമസഭയിലും പുറത്തും ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണം. ശ്രീ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതും പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാൻ ലഭിക്കുന്ന തുച്ഛമായ 1600 രൂപ യഥാസമയം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്കത് പ്രയോജനം ചെയ്യുകയുള്ളൂ. അത് യഥാസമയം വിതരണം ചെയ്യണം. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്ത 2500 രൂപ അവർക്ക് നൽകണം. ഈ കാര്യങ്ങളാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. നിയമസഭയിലും പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെയും പറയുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടു, 80-ൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ഇടതുപക്ഷം കൊണ്ടുവന്നു, കോൺഗ്രസ് അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടു. 80-ലല്ല കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ നടപ്പിലായത്. അത് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ R ശങ്കർ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ, അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, അദ്ദേഹത്തിന്റെ അന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. R ശങ്കറിന്റെ ബഡ്ജറ്റ് സ്പീച്ചാണ്. മെഷേഴ്സ് എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഹാവ് ബീൻ ഗിവൻ എ ഹയർ പ്രയോറിറ്റി സിൻസ് ദിസ് ഗവൺമെന്റ് അസ്യൂംഡ് Kerala was the second state in India to introduce the old age pension. ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമായി സാമൂഹ്യ പെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന്. ആ സാമൂഹ്യ പെൻഷൻ അന്നത് വാർദ്ധക്യകാല പെൻഷനാണ്. R ശങ്കറാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്നു. അതിനെ ഇടതുപക്ഷം കൊണ്ടുവന്ന സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഈ തെറ്റായ പ്രചരണം. 2, ഈ ആർട്ടിക്കിൾ 41 പ്രകാരമാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ നമ്മൾ ഈ പെൻഷനുകൾ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞല്ലോ, വളരെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കാൻ പാകത്തിലുള്ള ഒരു തുകയിലേക്ക് വരുന്നില്ല. എന്നാലും അത്യാവശ്യം മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടതാണ്. അത് യഥാസമയം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അതാണ് ശ്രീ KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോ ഒരു മറുപടി വരും. എന്താണ്? നിങ്ങൾ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കുടിശ്ശികയാക്കിയിരുന്നവരല്ലേ? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ 5 മാസം കുടിശ്ശികയാക്കിയത്? ഇപ്പൊ കഴിഞ്ഞ മെയ് മാസത്തിൽ അതിൽ നിന്നും ഒരു ഗഡു കൊടുത്തു. അങ്ങനെ കുടിശ്ശികയാക്കിയതിനെ വിമർശിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഒന്നാമത്, ഈ പച്ച നുണ എത്ര കാലമായി നിങ്ങൾ ആവർത്തിക്കുകയാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നോ? ഞാൻ ആദ്യം കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലോജിക്കലായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമാണ്. ഞാൻ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാനും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു, ഷാഫി പറമ്പിലും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു. ആ സമയത്തെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ അടിയന്തര പ്രമേയ നോട്ടീസും എടുത്ത് വായിച്ചു നോക്കി. 1.5 കൊല്ലം പെൻഷൻ ഇല്ലാഞ്ഞിട്ട് ഇവര് പറയാണല്ലോ കുടിശ്ശികയായിരുന്നു. ഒരൊറ്റ അടിയന്തര പ്രമേയം പോലും
സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവും തോമസ് ഐസക്കും പ്രമുഖരായ ഇവരെല്ലാവരുമുള്ള ആ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം പോലും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ പോയി പരിശോധിക്കുക. 5 വർഷം. എന്നാൽ ഇപ്പൊ ഹമീദ് മാഷ് പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഈ സഭയിൽ 6 മാസം കുടിശ്ശികയായല്ലോ. നിങ്ങളെല്ലാം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ. ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. 2 അവതരിപ്പിച്ചത് ഞാനാണ്. 6 മാസം കുടിശ്ശികയായപ്പോൾ ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ 18 മാസം കുടിശ്ശികയായിട്ടും അന്നത്തെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ? നമ്പർ 1. 2, ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശ്രീ എം സ്വരാജന് ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ അദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര മാസം പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നുണ്ട്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അത് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്തിരുന്നത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT ബാങ്ക് വഴിയാക്കുന്നതിന്റെ സാങ്കേതികത്വമാണെന്നും ഞങ്ങളല്ലേ അത് പറഞ്ഞത്. ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ തെളിവ് 2016 ഡോക്ടർ തോമസ് ഐസക് പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ 2011-16 ഗവൺമെന്റിന്റെ ധനകാര്യ സ്ഥിതിയെ കുറിച്ചിട്ടുള്ള 2016 തോമസ് ഐസക് അധികാരം ഏറ്റെടുത്തപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പർ പ്രകാരം പറയുന്നത് എന്താണ്? പെൻഷൻ കുടിശ്ശികയായി എത്ര രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ അതിൽ പറയുന്നു 1000 കോടി രൂപക്കടുത്ത് പെൻഷൻ കുടിശ്ശികയായി കൊടുക്കാനുണ്ട്. ഇതാരാ പറയുന്നത്? തോമസ് ഐസക് വൈറ്റ് പേപ്പറിൽ പറയുന്നതാണ്. ധവളപത്രത്തെക്കാൾ ആധികാരികമായ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഇല്ലല്ലോ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, 18 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയെങ്കിൽ ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തീർക്കാൻ 1000 കോടി രൂപ മതിയോ? H സലാമിന് തോമസ് ഐസക് കൊടുത്ത മറുപടിയാണ്. ആ മറുപടിയിൽ 11-16 കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 1/4/2010 കർഷക പെൻഷനാണ്. അത് 300 രൂപ. ആരാ അന്ന് മുഖ്യമന്ത്രി? VS. 1/4/2011 400 രൂപ. അതായത് 1/4 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിൽ അത് 400 ആക്കി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗവൺമെന്റ് ആണല്ലോ. അപ്പോ VSന്റെ ഗവൺമെന്റിലെ 5 കൊല്ലവും